ചേരാവള്ളി കോലടത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുപ്പൊങ്കാല നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം ചേരാവള്ളി കോലടത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി തിരുപ്പൊങ്കാല ചടങ്ങ് നടന്നു. ഇതിനു മുന്നോടിയായി പള്ളി ഉണർത്തൽ, പ്രഭാതഭേരി, ഹരിനാമ കീർത്തനം, നിർമാല്യ ദർശനം, അഭിഷേകം, നിർമാല്യ പൂജ, ഗണപതി ഹോമം എന്നിവയും നടന്നു. തിരുപ്പൊങ്കാല ചടങ്ങുകൾക്ക് ശേഷം ഭാഗവത പാരായണം, പറവഴിപാട്, ഉഷപൂജ, പുഷ്പാഞ്ജലി, അന്നദാനം, എതിരേൽപ്പ്, മുഴുക്കാപ്പോടുകൂടിയ ദീപാരാധന എന്നിവയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുത്തില്ലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തിമാരായ വിനോദ്, ശിവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ രവീന്ദ്രൻ, പങ്കജാക്ഷൻ, സൂരജ്, സുധാകരൻ, സുജിത് എസ്, ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ അഖിൽ കുമാർ, എം കെ ലാലു തുടങ്ങിയവർ നേതൃത്വം നൽകി. ശരണം, ദേവീ ശരണം, കോടത്തമ്മേ ശരണം. പൂർവ്വകാലങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ് കുങ്കുമാഭിഷേകം. കാര്യസിദ്ധിക്ക് വേണ്ടി ജോലി സംബന്ധമായും ശത്രു സംബന്ധമായ എല്ലാ ദുരിതങ്ങൾ മാറുന്നതിനും ദേവിക്ക് കുങ്കുമാഭിഷേകം നടത്തുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രാധാന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മലയാള മാസവും 1-ാം തീയതി വൈകിട്ട് ഗുരുതി ഉണ്ടായിരിക്കുന്നതാണ്. അത് ശത്രുദോഷങ്ങൾ മാറുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും വേണ്ടി ദേവീ സന്നിധിയിൽ ഗുരുതി നടത്തി അതിൻ്റെ പ്രസാദം ജനങ്ങൾക്ക് കൊടുക്കുകയും അവർക്ക് പരമാവധി കാര്യങ്ങൾ കാര്യസിദ്ധിയായി സാധിച്ചു പോവുകയും ചെയ്യുന്നു. 30 വർഷം കൊണ്ട് നടത്താതിരുന്ന, അതായത് സാങ്കേതിക കാരണങ്ങളാൽ നിർത്തിവെച്ചിരുന്ന സർപ്പം തുള്ളൽ, കളവെഴുത്തും പാട്ടും ഈ വർഷം മുതൽ നമ്മളത് ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് അത് നിർവഹിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളെല്ലാവർക്കും വളരെ സന്തോഷത്തിലാണത്. അതുകൂടാതെ തന്നെ ഇന്നത്തെ മകരഭരണി മഹോത്സവത്തിന്റെ മുന്നോടിയായിട്ട് ഇന്ന് നടന്ന രാവിലെ തിരുപ്പൊങ്കാലയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നദാനപ്രിയയായ ദേവിക്ക് അന്നദാനമാണ് ഇവിടുത്തെ പ്രാധാന്യമുള്ളത്. അത് വളരെ മംഗളമായിട്ടും ഭക്തിയോടും കൂടി നമ്മളത് ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേരാവള്ളി ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിക്കുന്ന എതിരേൽപ്പാണ്. ആരംഭം മുതൽ ചേരാവള്ളി ഭഗവതിയുടെ തിരുസന്നിധിയിൽ നിന്നുള്ള എതിരേൽപ്പാണത്. അത് വളരെ ഭക്തിയോടുകൂടിയും താലപ്പൊലിയും വാദ്യമേളങ്ങളെല്ലാത്തിൻ്റെ അകമ്പടിയോടും. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.